ഈ വീഡിയോ ചിലപ്പോൾ ടേക്ക് ഡൗൺ ചെയ്യാം. ഈ വീഡിയോ ചിലപ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാം. കാരണം ആദ്യമായിട്ടും അവസാനമായിട്ടുമായിരിക്കും ഞാൻ ഈ ചാനലിൽ പൊളിറ്റിക്കലി സംസാരിക്കാൻ പോകുന്നത്. സോ തുടങ്ങാം. ഇന്ന് തന്നെ ഇത് സംഭവിച്ചത് ഞാൻ അത്യധികം സന്തോഷിക്കുന്നു. നിങ്ങളിത് കാണുമ്പോൾ പിറ്റേ ദിവസമാകും. ഇന്ന് 11/8/2026 12-ാം തീയതി ആയിരിക്കും നിങ്ങൾ മോസ്റ്റ്ലി വീഡിയോ കാണുക. മോസ്റ്റ്ലി അബ്ദുറഹ്മാനും മെസ്സി വെച്ച് നിങ്ങൾ പഠിച്ചവനെ ഓൾട്രീക്കോ എനേബിൾ ആ സമയമായി. ഇന്ന് എല്ലാത്തിനും ഞാൻ പിടിച്ച് കത്തിക്ക് കണ്ടോ. ഓക്കെ, എല്ലാവരും അറിഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതായത് 2023 മുതൽ തുടങ്ങിയൊരു സംഭവം നാക്കടക്കെ ഉടക്കും, അത് നിങ്ങൾക്കറിയാം. സോ ലിയണൽ മെസ്സി കേരളത്തിൽ വന്നില്ല. മെസ്സി കേരളത്തിനെ ചതിച്ചു. എന്തൊക്കെയായിരുന്നു അന്ന് മൊത്തത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നതെന്നറിയാവോ? പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനും ഈ വീഡിയോ കാണാൻ നിൽക്കരുത്. കാരണം നിൻ്റെയൊക്കെ കുരു പൊട്ടും. അല്ലെ ഞാൻ ഇങ്ങനെ പൊട്ടിച്ചു തരാം. അത് ഒറ്റ പാർട്ടിയല്ല, എല്ലാത്തിനെയും കാണിച്ചു തരാം. 2 പാർട്ടിയെ പറ്റി ഞാൻ സംസാരിച്ചു. ഒരു പാർട്ടിയെ പറഞ്ഞപ്പോൾ അത് വേറെ എങ്ങനെയൊക്കെയോ കേന്ദ്രത്തിന് കൊടുത്തത് കേരളത്തിനിട്ട് കിട്ടി. ഇന്ന് പ്രോപ്പർലി ഒരാളെ പറ്റി പറഞ്ഞപ്പോൾ എല്ലാത്തിനും അങ്ങ് പൊട്ടി. എന്നാലും നീ ഒന്ന് ഫാക്ട് ചെക്ക് ചെയ്യത്തില്ല കേട്ടോ. അന്തം എന്നെ അന്തമെന്ന് വിളിക്കുന്നു. ഞാൻ ടോപ്പിക്കുന്ന വഴി മാറുന്നു. സോ ആരംഭിക്കലാങ്ങളാ. അങ്ങനെയാണല്ലോ, അങ്ങനെ ആയിരിക്കും. ജൂലൈ 2023 അന്നത്തെ കേരളത്തിൻ്റെ കായിക മന്ത്രിയായിരുന്ന വി അബ്ദുറഹ്മാൻ സാറെന്നൊന്നും എനിക്ക് വിളിക്കാൻ താല്പര്യമൊന്നുമില്ല. വി അബ്ദുറഹ്മാൻ അന്ന് പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു കേരളത്തിലേക്ക് ലിയണൽ മെസ്സിയും അർജൻറ്റീൻ ടീമും വരുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അന്ന് മുതലേ ഈ പ്ലാനും ബാക്കി സംഭവങ്ങളെല്ലാം നടക്കുന്നുണ്ട്. മെസ്സി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു, അതിന് കോടികൾ ചിലവാക്കുന്നു. അപ്പോൾ അതിന് സ്പോൺസേഴ്സിനൊക്കെ തപ്പണമല്ലോ. അതുപോലത്തെ കുറേ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അന്ന് വന്ന സ്പോൺസർ എന്ന് പറയുന്നത് RBC, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് ചാനൽ. ഓക്കെ, അതായത് കേരളത്തിലെ ഒരു ടെലിവിഷൻ മാധ്യമ ന്യൂസ് ചാനൽ. അവരായിരുന്നു അന്നത്തെ ഈ പറയുന്ന സ്പോൺസേഴ്സ്. അതിൻ്റെ മാനേജിങ് ഡയറക്ടറിൻ്റെ പേര് ആൻഡോ അഗസ്റ്റിൻ അറിയാത്ത ആൾക്കാർക്ക് ഞാൻ അവസാനം പറഞ്ഞു തരാം. ഇവനെ പോലൊരു കള്ളനുണ്ടല്ലോ, ഇവനെ പോലൊരു പെരുങ്കള്ളൻ പറയാൻ ഞാൻ ആൻഡോ. പിന്നെ ക്ലെയിംഡ് പേയ്മെൻറ്റ്, അതായത് അർജൻറ്റീനയ്ക്ക് കൊടുത്തു എന്ന് പറയുന്ന ക്ലെയിംഡ് പേയ്മെൻ്റ് എന്ന് പറയുന്നത് $15 million ആണ്. അന്നത്തെ ഇന്ത്യൻ റുപ്പീസ് നോക്കുമ്പോൾ 126 കോടി ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ, ഇത് AFA കൊടുത്തു. അർജൻറ്റീന ഫെഡറേഷൻ അസോസിയേഷൻ തിരിഞ്ഞോ മറിഞ്ഞോ എന്തോ AFAക്കാണ് കൊടുത്തത്. അർജൻറ്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ ആണെന്ന് കൊടുത്തത് എന്ന് പറയുന്നു. ഓക്കെ, അതിന്ന് മൊത്തം പൊട്ടി. ഓൾസോ മെസ്സി കേരളത്തിൽ വരുമെന്ന് പറഞ്ഞത് ഒക്ടോബർ 25 മുതൽ ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 2025. അതായത് 2023 പറഞ്ഞത് 2025 ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ മെസ്സി കേരളത്തിൽ വരുന്നു. ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു, കൽക്കട്ട, ഡൽഹി, ഹൈദരാബാദ്, അവിടെയൊക്കെ അഹമ്മദാബാദ് ഉണ്ടെന്ന് തോന്നുന്നു. അവിടെയൊക്കെ മെസ്സി, ഡീപോള്, സുവാരസൊക്കെ പോയിട്ടൊരു ഭയങ്കര ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ മിസ്സായി, പറയേണ്ട കാര്യമില്ല, പോട്ടെ, അത് ഫൈൻ. ബാക്കി നമുക്കിനി കാര്യത്തിലോട്ട് കിടക്കാം. 2023 പറഞ്ഞതിന് ശേഷം ലേറ്റ് 2025, അതായത് 2025 തീരാറാകുന്ന സമയത്ത് അന്ന് ഈ പറയുന്നത് പോലെ ഡൗട്ട്സ് അറൈസ് ചെയ്ത് തുടങ്ങി. മെസ്സി ചിലപ്പോഴേ വരൂ, അർജൻറ്റീൻ ടീം ചിലപ്പോഴേ വരൂ, കുറേ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ ഒരു ഊഹാപോഹങ്ങളും എല്ലാം കേട്ടു വന്ന് തുടങ്ങിയ സമയത്ത് പ്രതിപക്ഷത്തു നിന്ന് ഭയങ്കരമായിട്ട് ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായി. ഇവന്മാർ കള്ളന്മാരാണ്, കള്ളം പറയുകയാണ്, മെസ്സി ഒന്നും വരത്തില്ല, ചുമ്മാ വോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ് എന്നൊക്കെ പറയണം. അന്ന് പ്രതിപക്ഷത്ത് ആരായിരുന്നു? സണ്ണി ജോസഫാണ് ഇത് പറഞ്ഞത്. അതിന് തൊട്ട് പുറകെ അന്നത്തെ പുള്ളി തന്നെയായിരുന്നു സ്പോർട്സ് മിനിസ്റ്റർ. പുള്ളി പറഞ്ഞത് എന്താ? ഒന്നുമില്ല, അർജൻറ്റീനയും വരും, മെസ്സി വരും, നമ്മളിവിടെ കൊണ്ടുവരും, കളിപ്പിക്കും. സ്പോൺസറും അത് തന്നെയാണ് പറയുന്നത്. മെസ്സി നമ്മൾ കൊണ്ടുവന്നിരിക്കും. അതിൻ്റെ ക്ലിപ്പിങ്സ് ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. കേരളത്തിലെ ഓരോ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആകാംക്ഷയും അതുപോലെ തന്നെ വരുമോ ഇല്ലയോ എന്നുള്ള പ്രചരണങ്ങൾക്കെല്ലാം അവസാനം ഇട്ടുകൊണ്ടാണ് ഇപ്പം ഈ നവംബർ മാസം 10-ാം തീയതി തുടങ്ങി 18-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ അർജന്റീന ടീം എത്തും എന്ന് പറഞ്ഞത്. അടുത്ത വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത് ആർക്ക് കൊടുക്കും? AFAക്ക് കൊടുക്കും. അപ്പോൾ AFA അനൗൺസ് ചെയ്താൽ മാർച്ചിലെ വിൻഡോയ്ക്ക് എടുക്കാം. ഒരു പുതിയ എഗ്രിമെൻറ്റ് കൂടെ വെക്കേണ്ടി വരും ചിലപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ മതിയായിരിക്കും. കാരണം എനിക്ക് അറിയില്ല, നോക്കണം. അപ്പോൾ ആ എഗ്രിമെൻറ്റ് വെച്ച് അപ്ലിക്കേഷൻ കൊണ്ട് അവർ അനൗൺസ് ചെയ്യും. അത് ചിലപ്പോൾ ഈ ആഴ്ച തന്നെ നടക്കാൻ സാധ്യതയുണ്ട്.
മനസ്സിലായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കളി നടക്കില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇല്ല എന്ന് പറയാൻ കാരണം ഞാൻ ഇറങ്ങി തിരിച്ചതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഒരു ഇന്റർനാഷണൽ ഫുട്ബോൾ മത്സരം കൊണ്ടുവരണം, കേരളത്തിലെ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണം, സ്പോർട്സ് ഡെവലപ്പ് ചെയ്യണം, ടൂറിസം ഡെവലപ്പ് ചെയ്യണം. അത് തന്നെയാണ് എൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശത്തിനോട് ഞാൻ പണം മുടക്കിയിട്ട് എനിക്ക് നഷ്ടം പറ്റാൻ ഞാൻ സഹിച്ചോളാം എന്ന്. കാരണം കളി നടന്നില്ല എനിക്ക് വലിയ നഷ്ടം ഉണ്ടാവും. ആ നഷ്ടം ഞാൻ സഹിച്ചോളാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെയും ഒരു പൈസ ഞാൻ വാങ്ങിയിട്ടില്ല, ഒരു ടിക്കറ്റ് വിട്ടിട്ടില്ല, ഒരു സാധനം ഞാൻ ചെയ്തിട്ടില്ല. ആൻഡോ അന്ന് ഭയങ്കര കോൺഫിഡൻസിൽ പറഞ്ഞ കാര്യമാണ്, മെസ്സി നമ്മളെ കൊണ്ടുവരും, മെസ്സി ആരാ മെസ്സി നമ്മളെ കൊണ്ടുവരും എന്നുള്ള പറഞ്ഞുകൊണ്ട് കൊണ്ടുവന്ന് നീയേ. അപ്പോൾ ഓക്കെ, അതിനുശേഷം മിനിസ്റ്റർ പറഞ്ഞു മെസ്സി വരും, മെസ്സിയെ കൊണ്ടുവരും, അർജന്റീൻ ടീമിനെ കൊണ്ടുവരും. അങ്ങനെ സെൻട്രൽ ഗവൺമെൻറ്റിന് എന്തോ ആണെന്ന് തോന്നുന്നു ഈ സെക്യൂരിറ്റിയുടെ കുറേ കാര്യങ്ങളൊക്കെ പറയുക, മീൻസ് ഇങ്ങനെ ഇത്ര സെക്യൂരിറ്റി വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. എല്ലാം തോന്നുന്നതെന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ സംഭവം നടന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഇവർ ചെയ്തോ ഇല്ലയോ എന്നൊന്നും തമ്പുരാന് പോലും അറിയത്തില്ല. നെക്സ്റ്റ്, ഇനിയാണ് കഥ അങ്ങ് മാറുന്നത്. ലിയാൻഡ്രോ പീറ്റേഴ്സൺ എന്ന് പറയുന്ന ഒരാളുണ്ട്, AFAയുടെ മാർക്കറ്റിങ്ങിൻ്റെ ഹെഡാണ്. അദ്ദേഹത്തിൻ്റെ പ്രോപ്പർ സ്റ്റേറ്റ്മെൻറ്റ് വന്നു ഇൻ ദ ലാസ്റ്റ് ഓഫ് 2025 നവംബറിനൊക്കെ ഒക്ടോബറിന് തൊട്ട് മുന്നേ. അയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ കേരള ഗവൺമെൻറ് കോൺട്രാക്റ്റ് ബ്രീച്ച് നടത്തിയത് കൊണ്ട് അർജൻറ്റീൻ ടീം മെസ്സിയും ഒരു കാരണവശാലും കേരളത്തിലേക്ക് വരില്ല എന്നുള്ളത്. ഓക്കെ, എന്ത് ബ്രീച്ചാന്നുള്ള കാര്യം പിന്നെ അങ്ങോട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കാണെങ്കിൽ നല്ല കഴുത്തുവേദനയുണ്ട്, നല്ല വയറ് സീനുണ്ട്, എന്താ കാര്യമൊന്നും എനിക്കറിയത്തില്ല. സോറി ഗൈസ്, കട്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ കട്ട് ചെയ്യാം, പക്ഷേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റോ ഫീൽ അങ്ങ് പോകും, അത്രയേ ഉള്ളൂ. സോ ആ ഡീലങ്ങ് കൊളാപ്സായി. മെസ്സിയും വന്നില്ല, അർജന്റീനയും വന്നില്ല. ഇത് കിലുക്കത്തിൽ ജ്യോതിയും വന്നില്ലൊരു മണ്ണാങ്കട്ടയും വന്നില്ല, വേറെ വല്ലതും പറഞ്ഞേനെ. റൈമിങ് പിടിച്ച് ഇപ്പോൾ ആ രീതിക്ക് അങ്ങ് പോയി. ഇനിയാണ് മോനെ പരിപാടി. കം ടു ദിസ് ഡേ, ഓഗസ്റ്റ് 11, 2026. സർക്കാർ മാറി, ഭരണം മാറി, മന്ത്രിമാർ മാറി, എല്ലാം മാറിയപ്പോൾ എന്ത് ചെയ്തു? ഈ സംഭവം ഒന്ന് പൊടിതട്ടി എടുത്തു. അപ്പോഴാണ് കാര്യം മനസ്സിലായത്, കള്ളൻ്റെ കയ്യിലായിരുന്നു താക്കോലും പൂട്ടും എല്ലാം കൊടുത്തിരുന്നതെന്ന്. ചുരുക്കി പറഞ്ഞുതരാം. ഇപ്പോഴത്തെ ഗവൺമെൻറ്, അതായത് കേരള സർക്കാർ, ഇപ്പോഴത്തെ UDF ഗവൺമെൻറ്, കോൺഗ്രസ് സർക്കാർ ഈ പറയുന്ന സ്പോർട്സ് മിനിസ്ട്രിയും ബാക്കി അഫയേഴ്സും എല്ലാം തപ്പിയ സമയത്താണ് മനസ്സിലായത് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അന്നത്തെ സ്പോൺസറായ RBCയുടെ ഭാഗത്തു നിന്നോ AFAക്ക് 126 കോടി ഇന്ത്യൻ റുപ്പി കൊടുത്തു എന്ന് പറയുന്നതിൻ്റെ ഒറ്റ ഡോക്യുമെൻ്റ് ഇല്ല. വാർത്താളം ഇവിടെ എല്ലാത്തിനും പറ്റും, പക്ഷെ പ്രൂഫ് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ചില്ലി കാശ് പോലും ഇല്ലായിരുന്നു AFAക്ക് കൊടുത്തു എന്ന് പറയാനായിട്ട്. രണ്ടാമത്തെ കാര്യം, AFA ആയിട്ട് ഒരു ഫോമൽ അഗ്രിമെൻ്റ് പോലും വെച്ചിട്ടില്ലായിരുന്നു. നത്തിങ് എന്ന് വെച്ചാൽ നത്തിങ്, ഒന്നുമില്ലായിരുന്നു. മൂന്നാമത്തെ കാര്യം, യെസ് കേരളത്തിലേക്ക് അർജന്റീന വരികയാണെങ്കിൽ ഓക്കെ ഫൈൻ വരട്ടെ, അതിന് ട്രാൻസ്ഫർ പെർമിഷൻ കൊടുത്തിരുന്നു ഏത് ഗവൺമെൻറ്. പക്ഷേ എന്നിട്ടും ഈ ട്രാൻസ്ഫർ നടത്തിയെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രൂഫ് പോലും ഇല്ല. പൈസ കൊടുത്തു ആൻഡോയും പറയുന്നുണ്ട്, പിന്നെ മന്ത്രിയും പറയുന്നുണ്ട്, അബ്ദുറഹ്മാൻ എത്ര മുക്കിയെന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം നോ ബി കൂൾ, പ്രൂഫില്ല. നാലാമത്തെ കാര്യം, അതാണ് തമാശ, AFA ആയിട്ട് ഒഫീഷ്യലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടില്ല. AFAക്ക് അറിയത്തില്ല മെസ്സി ഇങ്ങനെ കേരളത്തിലോട്ട് പോകുന്നു, അർജന്റീന ഇവന് കേരളത്തിലോട്ട് പോകുന്നുണ്ടെന്ന് ഈ പറയുന്ന ഡേറ്റ്സിൽ. അവരറിഞ്ഞിട്ടില്ല ഈ കൊച്ചു കേരളത്തിലോട്ട് അർജന്റീൻ ടീം, അതായത് സ്വന്തം രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീം, ഏത് വേൾഡ് കപ്പ് ചാമ്പ്യൻസ്, അതും ലിയണൽ മെസ്സി പോലെ അത്രയും ഗോട്ടഡ് പ്ലെയർ. എൻ്റെ പൊന്നോ, ഒന്നുകൂടെ ഉണ്ട് എഴുതി വെച്ചേക്കുന്നത് എന്താ, എപ്പോഴാ കുടുങ്ങിയെന്നറിയോ? ഈ 128 കോടി ഇന്ത്യൻ റുപ്പി AFAക്ക് കൊടുത്തു എന്ന് പറയുന്ന സമയത്ത് GST എന്ന് പറയുന്നൊരു സാധനം കൊടുക്കണം, 18%. അങ്ങനെ 22.6 സംതിങ് കോടി, 22.68 ക്രോർ ഇന്ത്യൻ റുപ്പീസ് എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ആൻഡോ അഗസ്റ്റിനും ഈ സ്പോൺസേഴ്സിനും സമൻസ് പോയി. കൊടുക്കാത്ത പൈസയ്ക്ക് എന്ത് GST, എന്ത് ടാക്സ്, അതിനോട് ബാക്കി വരാം. ഇപ്പോൾ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ഉള്ളടക്കം കിട്ടിയെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി നമുക്ക് ബാക്കി കാര്യത്തിലോട്ട് വരാം. ഓണല്ലേ ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരും. ഇതാണ് കഴുത്ത്, അതിലാവട്ടെ കുഴപ്പമില്ല. ഇനി
സ്പോൺസേഴ്സിലോട്ട് വരാം. 2023 അർജന്റീന കേരളത്തിലേക്ക് വരും എന്ന് പറയുന്ന സമയത്ത് ആദ്യം വന്ന സ്പോൺസർ എന്ന് പറയുന്നത് ഗോൾഡ് ആൻഡ് ഗ്ലോബൽ എന്ന് പറയുന്ന കളമശ്ശേരിയിലൊരു ഫേമായിരുന്നു. അവരാദ്യം വന്നു. അവർ അർജന്റീനയെ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു ഓഫർ ചെയ്തു. അന്ന് എന്താ ഫുൾ കോസ്റ്റ് അവരെടുക്കാം. ആ സ്പോൺസേഴ്സ് ഫുൾ സ്പോൺസേഴ്സ് തന്നെ അവർ തന്നെ ക്യാഷ് കൊടുത്തോളാം എന്ന് പറഞ്ഞ് വന്നു. പക്ഷേ അവിടെ കുറച്ച് പ്രശ്നം പറ്റി. അത് പോട്ടെ, അത് എന്തെങ്കിലും ആയിക്കോട്ടെ. നെക്സ്റ്റ് വൺ, കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ ഇവർക്ക് ശേഷം സ്റ്റെപ്പ് ഇൻ ചെയ്തു, ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ പണി കിട്ടിയെന്ന് വെച്ചാൽ ആർ ബി ഐയുടെ ഗൈഡ് ലൈൻസിലോ ആർ ബി ഐയുടെ എന്തോ ഒരു നോട്ടപ്പുള്ളികളായിരുന്നു ഈ കമ്പനീസ്. സോ അവർക്ക് ഈ പറയുന്ന പോലെ എന്താ സംഭവിച്ചത്, പ്രീവിയസ് വൺ സ്റ്റെപ്പ് ഓക്കെ ഫൈൻ, ഇഷ്യൂസ് വിത്ത് ആർ ബി ഐ ക്ലിയറൻസ് അബൌട്ട് സം മണി കളക്ഷൻ. യെസ്, എന്തോ ഒരു ഫണ്ട് ട്രാൻസ്ഫറിൻ്റെയോ മണി കളക്ഷൻ്റെയോ എന്തോ ഒരു കാര്യത്തിൽ ആർ ബി ഐ ആയിട്ട് എന്തോ ഒരു ക്ലിയറൻസ് കിട്ടാത്തതുകൊണ്ട് അവർക്കും കിട്ടിയില്ല. അങ്ങനെയാണ് ദൈവപുത്രനെ പോലെ RBC വന്നത്. RBC ആരെന്നറിയാവോ? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് ചാനൽ. ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ആരാണെന്നറിയാവോ? ആൻഡോ അഗസ്റ്റിൻ. ആൻഡോ അഗസ്റ്റിൻ വന്നിട്ട് നിങ്ങളൊന്നും പേടിക്കണ്ട, മേഹൂന, മെസ്സി നമ്മൾ കൊണ്ടുവരും, മെസ്സി നമ്മൾ കേരളത്തിൽ കൊണ്ടുവരും, ഇന്ത്യൻ ഫുട്ബോൾ നമ്മൾ ഇങ്ങനെ പൊക്കും. ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അതായത് ഇത്രയും കോടികൾ മുടക്കി റൈറ്റ് നോ ഉള്ള പ്ലേയേഴ്സിനെയൊക്കെ കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് ഗ്രാസ് റൂട്ട് ലെവലിൽ നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. കൊണ്ടുവരികയാണെങ്കിൽ ഓക്കെ ഫൈൻ, നിങ്ങൾ ലെജൻസിനെ കൊണ്ടുപോവുക, റിട്ടയർ ആയ ആൾക്കാരെ കൊണ്ടുപോവുക. അപ്പോൾ ഇത്രയും പൈസ മുടക്കി ഒരു ടിക്കറ്റിനൊക്കെ അന്ന് എത്ര 50,000 ആയിരുന്നു തോന്നുന്നു മിനിമം പ്രൈസ്, മാക്സിമം പ്രൈസ് 50 ലക്ഷമായിരുന്നു. നമ്മളെന്തായാലും പോവും, വീടും പുരയിടോ എല്ലാം വിട്ടിട്ട് ഈ പറയുന്ന ഫാൻസ് എന്ന് പറയുന്ന നമ്മൾ മണ്ടന്മാർ പോവും. ഹിപ്പോക്രിറ്റാണ് നമ്മളിൽ പലരല്ല, എല്ലാ ആൾക്കാരും, ഞാൻ ഉൾപ്പെടെ. അതിലൂടെ നമുക്ക് പിന്നെ വരാം. അപ്പോൾ ഇതാണ് സംഭവം. നമ്മൾ മുതലെടുക്കാൻ വേണ്ടി ഇവന്മാർ മാക്സിമം ഓരോ പരിപാടികൾ ചെയ്യും. അങ്ങനെ ആൻഡോ അണ്ണൻ്റെ എൻട്രി, മാസ് എൻട്രി വന്നു. ഇതിന് ശേഷം ഇങ്ങനെ പബ്ലിക്ലി പറയുന്നുണ്ട്, ഞങ്ങൾ ഈ പറയുന്ന 126 കോടി കൊടുത്തു, മെസ്സിയെ കൊണ്ടുവരും നമ്മൾ. അത് ഓരോ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ടോണൊക്കെ മാറിക്കൊണ്ടിരിക്കുക. ആദ്യം ഫൈൻ നമ്മൾ കൊണ്ടുവരും, അതിനുശേഷം വന്നിരിക്കും, മെസ്സി വന്നിരിക്കും, മെസ്സി ഇല്ലെങ്കിൽ നമ്മൾ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു മെസ്സി നമ്മളെ ചതിച്ചു. കോട്ടയം കുഞ്ഞച്ചനിൽ ജോഷി ചതിച്ചാശാനെ എന്ന് പറയുന്നതിൽ മെസ്സി ചതിച്ചാശാനെ, മെസ്സി ഈ വൃത്തിയോടെ തന്നെ മെസ്സിയെ കിട്ടിയുള്ളൂ. ഇങ്ങനെ അസ്തഗ്ഫിറുല്ലാ, ഓൾട്ടർ ഈഗോയ. ആൻഡോ എൻ്റെ കയ്യിൽ ഞാൻ കിട്ടും, കണ്ടോ, കിട്ടത്തൊന്നുമില്ല. എന്നാലും ഇനി അടുത്തത് ഇതാണ് ഇത്രയും സംഭവിച്ചത്. ഇനി ആൻഡോനെ പറ്റി ഞാൻ കുറച്ച് പറഞ്ഞുതരാം. ഈ ആൻഡോ അഗസ്റ്റിൻ ആരാന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി 2016 ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് മാംഗോ ഫോൺ എന്ന് പറയുന്നൊരു സാധനം ഓർമ്മയുള്ള ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. മാംഗോ ഫോൺ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ 2 മലയാളികൾ, ആൻഡോയും പുള്ളിയുടെ ബ്രദറും കൂടെ. ആൻഡോയുടെ ബ്രദർ റോജിയാണോ ജോസ്കുട്ടി, ആൻഡോ ജോസ്കുട്ടിയും കൂടെ ഇങ്ങനെ ഒരു മാംഗോ ഫോൺ എന്ന് പറയുന്നൊരു ഫോൺ ബിൽഡ് ചെയ്തെടുത്തു. അതിൻ്റെ കോമ്പറ്റീറ്റർ എന്ന് പറയുന്ന ആപ്പിളാണ്. ആപ്പിളിനെ വെല്ലുന്ന ഒരു ഫോണാണ്. അതുകൊണ്ട് നമ്മൾ ആപ്പിളിനെ അങ്ങ് ഇല്ലാണ്ടാക്കും, ആപ്പിളിനെ നശിപ്പിക്കും, ഇനി മാംഗോ ആണ്, ആപ്പിൾ മാങ്ങിയ എന്ന രീതിക്കുള്ള ഭയങ്കര പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്താ പറ്റിയെന്നറിയാമോ? ലോഞ്ചിൻ്റെ അന്ന് ആൻഡോയും ഉള്ളിൽ പോയി, ജോസ്കുട്ടി ഉള്ളിൽ പോയി. പക്ക ഫ്രോഡ് പരിപാടി കാണിച്ചിട്ട് അവന്മാർ അന്ന് പോലെ ഫ്രോഡുണ്ട്. ഓക്കെ, രണ്ടാമത്തത് അതാണ് ഏറ്റവും വലിയ തമാശ. 2020-21 സമയത്ത് മുട്ടിൽ ട്രീ ഫെല്ലിങ് കേസ്, അതാണ് അതിൻ്റെ പേര്. സംഭവം എന്ന് വെച്ചാൽ റോസ്വുഡ്, ചന്ദനാണെന്നാണ് എൻ്റെ വിശ്വാസം. ചന്ദനമല്ലേ റോസ്വുഡ്? അനധികൃതമായിട്ട് ഇല്ലീഗലായിട്ട് വയനാട്ടിലെ ഒരു റിസർവ്ഡ് ഫോറസ്റ്റിലോ അവിടെ കയറിയിട്ട് ഈ പറയുന്ന ചന്ദന കടത്ത് പുള്ളി അങ്ങ് തുടങ്ങി. റോസ്വുഡ് എന്ന് വെച്ചാൽ ചന്ദനം തന്നെയല്ലേ എന്നാണ് എൻ്റെ വിശ്വാസം. അത് തൂക്കി, അത് കയ്യോടെ തൂക്കി. ആദ്യം 2 ബ്രദേഴ്സ്, ഇപ്പോൾ 3 ബ്രദേഴ്സും 3 പേര് കളത്തിലങ്ങ് ഇറങ്ങി. റോജി, ആൻഡോ, ജോസ്കുട്ടി, 3 പേര് അന്ന് തൂക്കി. ഈ കൊതുകിനെ ഉണ്ടല്ലോ, ആൻഡോ ആൻഡോ എന്ന് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അഗസ്റ്റിൻ ബ്രദേഴ്സിന് 3 അന്ന് തൂക്കി. അന്ന് അവന്മാർക്ക് നല്ല പണി കിട്ടി. പക്ഷേ ഇവന്മാർ ഇതിനെങ്ങനെ വൈറ്റ് വാഷ് ചെയ്തെന്നറിയോ? അതാണ് മൂന്നാമത്തത്. 2023
പൂട്ടിപ്പോകാൻ നിന്നൊരു കേരളത്തിലെ പ്രമുഖ ചാനൽ. ചാനലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാ 11-ാം തീയതി ഈ ന്യൂസ് ടെലികാസ്റ്റ് ചെയ്യാത്ത 2 ചാനലേ ഉള്ളൂ. 2 ചാനൽ. ഒന്ന് എടാ എനിക്ക് സ്പെസിഫിക്കലി പറയാം, കമ്മികളെ, നിങ്ങൾ ഈ ചാനൽസിൽ വന്നാൽ മാത്രമേ യെസ് ഇതൊരു ന്യൂസ് ആണെന്ന് നിങ്ങൾ സമ്മതിക്കത്തുള്ളൂ. ഫസ്റ്റ് ചാനൽ കൈരളി ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. സെക്കൻഡ് ചാനൽ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയം വരെ ചെയ്തിട്ടില്ല, ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെയ്തോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. സെക്കൻഡ് ചാനൽ അതാണ് ആൻഡോ 2023 വാങ്ങിച്ച ചാനൽ. വാങ്ങിച്ചല്ല, മാനേജിങ് ഡയറക്ടർ ആയത്. അപ്പോൾ വാങ്ങിച്ചല്ല, എന്താണേലും പൂട്ടിപ്പോകുന്ന ചാനലാണ് റിപ്പോർട്ടർ ലൈവ്. റിപ്പോർട്ട് ചെയ്യേണ്ട ന്യൂസ് ചെയ്യാത്തവന്മാർക്കിട്ട പേരാണ് റിപ്പോർട്ടർ. എൻ്റെ തമ്പുരാനേ. എന്നിട്ട് അങ്ങ് വെള്ള പൂശാന്ന് വെച്ചാണല്ലോ, പുട്ടിയടിച്ച് ഞങ്ങൾ പുണ്യാളന്മാരാണ്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ലേ, അവിവേകമൊന്നും കഴിച്ചിട്ടില്ലേ, ഞങ്ങൾക്ക് അബദ്ധം പറ്റിയതാണ്. അബദ്ധം പറ്റിയെന്ന് പോലും പറഞ്ഞിട്ടില്ല നാറികൾ. എന്നിട്ട് എൻ്റെ പൊന്നോ വെള്ള പൂശി തുടങ്ങി. വെള്ള പൂശൽ എന്ന് വെച്ചാൽ ഇമാതിരി വെള്ള പൂശൽ കേരള ചരിത്രത്തിൽ ഞാൻ പറയാൻ നിൽക്കുന്നില്ല. അതിന് മുമ്പ് വെള്ള പൂശലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്താണേലും ഇനി റിപ്പോർട്ടറിനെ പറ്റി പറയുന്ന ഒരു കാര്യം, റിപ്പോർട്ടർ ചാനൽ 2025 ഒരു ബാർക്ക് TRP റേറ്റിംഗ് സ്കാമിൽ പെട്ടായിരുന്നു. ബാർക്ക് എന്ന് പറഞ്ഞാൽ ബാബ ആറ്റോമിക് റിസർച്ച് സെൻറ്റർ അല്ല. TRP റേറ്റിംഗ് ഒക്കെ നോക്കുന്ന ഇന്ത്യയിലെ ഒരു ഏജൻസിയാണ്. ഒരു കൗൺസിലാണ്. ഇറ്റ്സ് കോൾഡ് ബ്രോഡ്കാസ്റ്റ് ഓഡിയൻസ് റിസർച്ച് കൗൺസിൽ. ഈ ബാർക്കാണ് യൂഷ്വലി ഉള്ള ഇന്ത്യയിലെ ഏറെക്കുറെ ഉള്ള, ഇന്ത്യയിലാണ് കേരളത്തിലാണ് എനിക്ക് പിടിയില്ല, ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തില്ല, ഞാൻ എന്തെങ്കിലും ഇവിടെ എവിടെയെങ്കിലും കൊടുത്തേക്കാം, ഈ പറയുന്ന TRP റേറ്റിംഗ്സ് മൊത്തത്തിൽ ചെയ്യുന്നത്. അതിന് ഇവന്മാരെന്ന് ചെയ്ത പരിപാടി എന്താണെന്നറിയാമോ? ഇൻസൈഡ് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി ബാർക്കിലെ തന്നെ ഒരു എംപ്ലോയി, ആ എംപ്ലോയിയുടെ പേരൊന്നും ഞാൻ പറയാൻ നിൽക്കുന്നില്ല, ഉണ്ടായിരുന്നു, ഞാൻ എഴുതി വെച്ചില്ല, പറയാൻ ആഗ്രഹമില്ല. ഇൻസൈഡ് ഡേറ്റ എടുക്കാൻ വേണ്ടി, ലീക്ക് ചെയ്യാൻ വേണ്ടി ഒരുത്തിന് പൈസ കൊടുത്തു. മനസ്സിലാവുമല്ലോ. ചാനൽ യൂസ്ഡ് അത് വെറുതെ ഒന്നുമില്ല, USDT ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്തിട്ടാണ് ഇവന്മാർ ഈ ഇൻഫർമേഷൻസ് ലീക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ തുടങ്ങിയത്. സോ റേറ്റിംഗ് അറിയാൻ വേണ്ടിയുള്ള പരിപാടികളും ബാക്കി ഇൻസൈഡർ ഇൻഫർമേഷൻ എന്ന് പറയുന്നതേ അത് ഭയങ്കര സീനാണ്. അത് അറിയാൻ വേണ്ടി പൈസ കൊടുത്ത് ഇവന്മാർ ആ പരിപാടിയൊക്കെ ചെയ്തു, അതിനും തൂക്കി. ചുരുക്കി പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെച്ചവനും കള്ളൻ്റെ ഉപ്പുപ്പായും കള്ളൻ്റെ ഗുരുവും എല്ലാവരും ഒരുമിച്ചങ്ങ് കൂടിയ ഒരു ചാനലാണ് റിപ്പോർട്ടർ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പച്ചയ്ക്ക് വല്ല സത്യം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, എല്ലാവരും തീരും, ഞാനും തീരും. ഈ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, തീർന്നു. അപ്പോൾ ഇതാണ് ആൻഡോയെ പറ്റിയൊക്കെ എനിക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് സ്പെക്കുലേഷൻസ് ഞാൻ പറയാം. എന്തിനാണ് കേരള ജനങ്ങളെയും കേരളത്തിലെ അർജന്റീൻ ഫാൻസിനെയും ഫുട്ബോൾ ഫാൻസിനെയും എല്ലാവരെയും പൊട്ടന്മാരാക്കിയത്? ഞങ്ങളൊന്നും ഇന്ത്യക്ക് കളിപ്പിള്ളയാണോടാ പണ്ടാരടങ്ങാനായിട്ട്? എടാ, മെസ്സിയെ കാണാൻ പറ്റൂ? നമ്മുടെ ജന്മത്തിലൊക്കെ ഒരിക്കലൊക്കെ നടക്കുന്നൊരു കാര്യം. ലിയണൽ മെസ്സിയെ പോലെ ഒരു പ്ലെയറിനെ കാണുക, ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരു പ്ലെയറിനെ കാണുക, നെയ്മറിനെ പോലെ ഒരു പ്ലെയറിനെ കാണുക. കാരണം ഇന്ത്യയുടെ ഫുട്ബോളിൻ്റെ ഗ്രോത്ത് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിനെപ്പറ്റി സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വേറെ കുറേ പോകും. ജനസംഖ്യയിൽ അടുത്തൊരു സെൻസസ് വന്നു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്പർ 1 ആകും. അതിപ്പോൾ നമ്പർ 1 ആണോ? അത് ഞാൻ നോക്കിയില്ല, നോക്കാത്തതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് പറയുന്നില്ല. സ്റ്റിൽ ചൈന, ഇന്ത്യ ആ ഒരു ഇതിൽ നിൽക്കുന്ന ഒരു കൺട്രി ആണെങ്കിലും എന്തുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോഴും ഒരു പ്രോപ്പർ ഫുട്ബോൾ ടീം നന്നായിട്ട് വരുന്നില്ല? ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് തുടങ്ങി കഴിഞ്ഞാൽ ഉണ്ടല്ലോ നടക്കത്തില്ല. അത് പിന്നെ അങ്ങ് പോവും. ഗ്രാസ് റൂട്ട് ലെവലിൽ നോക്കുന്ന സമയത്ത് കേരളത്തിനേക്കാളും മലപ്പുറം ജില്ലയുടെ അത്രയും പോലും ഇല്ലാത്ത പല കൺട്രികൾ വേൾഡ് കപ്പ് കളിക്കുക. ഞാൻ പറയുന്ന കൺട്രി അത് നിങ്ങൾക്കറിയാം, ക്യാബ് വേർഡ്. അപ്പോഴാണ് ഇന്ത്യക്ക് എൻ്റെ പൊന്നോ ഇമാതിരി കറപ്റ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം ഉള്ള മറ്റൊരു കൺട്രി ലോകത്ത് കാണത്തില്ല. ഇത്രയും വലിയൊരു ഡെമോക്രാറ്റിക് കൺട്രി. ഡെമോക്രാറ്റിക് ഒന്നുമല്ല, ഇതിപ്പോൾ ഡിക്റ്റേറ്റർഷിപ്പ്. അത് എല്ലായിടത്തും, അത് സെൻട്രലാണെങ്കിലും ശരി, സ്റ്റേറ്റിലാണെങ്കിലും ശരി. സ്റ്റേറ്റിൻ്റെ കാര്യം ചെറിയൊരു ഹിൻറ്റ് മാത്രം തരാം. കേരളത്തിൽ എല്ലാവരുടെയും വിചാരം 3 BJP MLA-മാരാണ് ജയിച്ചതെന്നാണ്. ബാക്കി നിങ്ങളങ്ങ് ഫില്ല് ചെയ്തു. ചിലപ്പോൾ ഇതും കൂടെ പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാത്തിനും അങ്ങ് കുരു പൊട്ടും. അതെന്തായാലും പൊട്ടും. ഫൈൻ, സ്പെക്കുലേഷൻസിലോട്ട് വരാം. നമ്പർ 1 ഫസ്റ്റ് സ്പെക്കുലേഷൻ എനിക്ക് തോന്നുന്നത്
എലക്ഷൻ മുന്നിൽ കണ്ടിട്ടായിരിക്കും ഇവരിത് ചെയ്തത്. പോലെ പോലെ പോയി. ഓ മാഡിനി അവിടെ ഇരിക്കുക. ഇത് ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ച് ഒട്ടിച്ച് വെച്ചേക്കണം, അതെന്തായാലും എനിക്ക് മാറ്റണം. അപ്പോൾ ആൻഡോ പിന്നെയും പോയി. എടാ മൂന്നാമത്തെ അടിയിൽ നീ പോയില്ല, ചത്തില്ല. പോട്ട്. 2012 ഇതുപോലെ ഒരു അർജൻറ്റീൻ ലെജൻഡ് കേരളത്തിൽ വന്നിരുന്നു. അന്ന് കൊണ്ടുവന്ന ബോബി ചെമ്മണ്ണൂര. വന്നതാരായിരുന്നു? ഡിയോഗോ മറഡോണ. അത് അന്നത്തെ ഗവൺമെൻറ് ഭയങ്കര PR ഭയങ്കര മാർക്കറ്റിംഗ് എല്ലാം ചെയ്ത് വെച്ചു. അപ്പോൾ അതുപോലെയാണ് ഇവർ ഇത് ഉദ്ദേശിച്ചത്. ഫൈൻ, ലിയണൽ മെസ്സി വരുന്നു എന്നൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് അങ്ങ് ഇളകും. മെസ്സിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓക്കെ ഫൈൻ, അടുത്ത വട്ടം നമ്മൾ ഇതേ ഗവൺമെൻറ് അങ്ങ് കൊണ്ടുവരും എന്നൊരു മെൻറ്റാലിറ്റി ആയിരുന്നു ഇവർക്ക് എല്ലാവർക്കും. അതുകൊണ്ട് ഗവൺമെൻറ് എന്താ ചെയ്തത്? ഇത്രയും ഇഷ്യൂ നടന്നിട്ട് 2023 മുതൽ 25 വരെ ഇങ്ങനത്തെ കുറേ വൃത്തിയുടെ കാര്യങ്ങൾ നടന്നിട്ടും അതിനെയൊന്ന് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഓക്കെ ഫൈൻ എന്തോ പ്രോപ്പർലി എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെയൊന്ന് ഹോൾഡ് ചെയ്യാനോ അല്ലെങ്കിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടെന്ന് പ്രോപ്പർലി പറയാനോ അങ്ങനെയൊന്നും ചെയ്തില്ല. അതിൻ്റെ വഴിക്ക് അങ്ങ് വിടുമായിരുന്നു. മെസ്സി വരും, മെസ്സി എന്തായാലും വരും, പിന്നെ മെസ്സി വരാതെ അവിടെ പോവാൻ എന്ന രീതിക്ക് അങ്ങ് ആയി. രണ്ടാമത്തെ കാര്യം, കുഴൽപ്പണം. ക്ലാസിക് ഷെൽ കമ്പനി. അതായത് ഈ റിപ്പോർട്ടർ ചാനൽ അല്ലെങ്കിൽ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനി എന്ന് പറയുന്ന ചാനൽ എന്ന് പറയുന്ന സാധനം ഒരു ഏജൻസിക്ക്, ഒരു US ലുള്ളൊരു ഏജൻസിയാണെന്ന് തോന്നുന്നു, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഉണ്ടെങ്കിൽ കൊടുക്കാം. US ലുള്ളൊരു ഏജൻസിക്കാണ് ഇത് കണക്ട് ചെയ്തിട്ട് ഫണ്ട് ട്രാൻസ്ഫർ കൊടുക്കുന്നത്. ഈ ഏജൻസിയുടെ പേര് ഗോട്ട് ആഡ് എന്നായിരുന്നു. ഗോട്ട് ആഡ്. ഓക്കെ, തമാശ ഇതൊന്നറിയോ? ഒരു ടൈമിൽ ഈ ഏജൻസി ഇങ്ങനെ കൊണ്ടുവന്ന സമയത്ത് അവരുടെ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 20 days ആയിരുന്നു. അതായത് 20 ദിവസം മുന്നെയാണ് ഈ പറയുന്ന ഏജൻസി പോലും ഉണ്ടാക്കിയത്. 1 ലക്ഷം പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്തൊരു കമ്പനി അല്ലെങ്കിൽ ഒരു ഏജൻസി. പക്ഷെ ഇതിൽ വലിയ തമാശ എന്താണെന്നറിയോ? ഈ ഏജൻസിയുടെ അഡ്രസ്സും RBCയുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് ചാനലിൻ്റെ അഡ്രസ്സും ഒന്ന്. കുറച്ച് ബുദ്ധിയുള്ള ആൾക്കാർ, ബുദ്ധി വേണ്ട, കുറച്ച് ബുദ്ധി കാരണം എല്ലാവർക്കും കിട്ടും. പക്ഷേ വിവരം അതെല്ലാവർക്കും ഉണ്ട്, പക്ഷേ ഉപയോഗിക്കാത്തതുകൊണ്ട് മണ്ടന്മാരായിട്ട് കുറേ പേര് വരും. കുറച്ച് വിവരമുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഇതിൻ്റെ പുറകെ കളിച്ച് ആരാണെന്ന്. ആൻഡോ നീ തന്നെ ആൻഡോ, കള്ളൻ. ഓക്കെ, അത് പോട്ടെ. കുഴൽപ്പണത്തിൻ്റെ കേസ്, കള്ളപ്പണം വെളുപ്പിക്കാനും പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയക്കാനും വേണ്ടിയുള്ള പരിപാടിയാണ് ആൻഡോ ചെയ്തത്. മേ ബി ആവാം, ഇത് വെറും സ്പെക്കുലേഷൻസ് ആണ്. മൂന്നാമത്തെ കാര്യമാണ് എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയത്. അതായത് ഈ RBIയുടെയും പിന്നെ ഫെമയുടെയും പേപ്പർ വർക്കും ഇൻറ്റേർണൽ ഈ സംഭവങ്ങളെല്ലാം, ഫൈനാൻസിൻ്റെ റിപ്പോർട്ട്സ് എല്ലാം ഒന്ന് പ്രോപ്പർലി സിസ്റ്റമാറ്റിക്കായിട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി മാരി പറയുന്ന പോലെ ഇല്ലാത്ത കാശ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അതും ആകാം. അവിടെയാണ് ഗവൺമെൻറ്റിന് പണി കിട്ടിയത്. അപ്പോൾ ഗവൺമെൻറ് ചെയ്ത സംഭവം എന്ന് വെച്ചാൽ ഇവർ ഈ സ്റ്റോറി അലൈവ് ആക്കി വെച്ചു. ഓക്കെ ഫൈൻ, ഇവന്മാർ കള്ളന്മാരാണെങ്കിൽ പിന്നെ ഭരിക്കുന്നവന്മാർ കള്ളന്മാരല്ലാത്ത പോലെ. ഇവന്മാർ കള്ളന്മാരാണെങ്കിൽ ഫൈൻ, വേണ്ടാന്ന് വിട്ടുപിടിക്കണം. പക്ഷെ ഗവൺമെൻറ് എന്താ ചെയ്തത്? ഇതിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് പറഞ്ഞു ഫൈൻ, അർജൻറ്റീന വരും, നമ്മുടെ കാശുണ്ട്. ഏത് കാശ്? ഇല്ലാത്ത ഏതോ ഒരു കാശിൻ്റെ കാര്യമാണ് പറയുന്നത്. കോപ്പ്. അല്ലാതെ എക്സിസ്റ്റ് ചെയ്യാത്തൊരു പൈസയെ പറ്റി മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടി വെച്ച് അവസാനം ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ അണ്ണാക്കി കിട്ടി. എന്നിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക വിജയനായിരുന്നു ശരി. വിജയൻ ശരിയല്ല, വിജയൻ തെറ്റ്. സ്വന്തമായിട്ട് കുഴി കുത്തിയിട്ടേ. ഞാൻ പച്ചയ്ക്കൊരു കാര്യം പറഞ്ഞുതരാം. എലക്ഷൻ, അതായത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വൻ PR ആണ് നടന്നത്. വൻ PR. ഇൻസ്റ്റ എടുത്ത് നോക്കുന്ന സമയത്ത് ആൾക്കാർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞുകൊണ്ട് വിജയനെ കൊണ്ടുവയ്ക്കും. പിണറായി വിജയൻ.
നാലര അല്ല, വേണ്ട കുഴപ്പമില്ല, 4.5 എടുക്കാം. 4.5 വർഷം കാട്ട് മുടിച്ച് അഹങ്കരിച്ച് ഇമാതിരി ചേറ്റത്രവും പിന്നെ അറഗൻസും കാണിച്ചു നടന്ന ഒരു മുഖ്യമന്ത്രി അവസാനം ഒരു 6 മാസം വന്നിട്ട് പുണ്യാളാക്കാൻ വെച്ചേക്കുന്നു എല്ലാവരും കൂടെ. മാധ്യമത്തിനെതിരെ ഇങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളുണ്ട്. മാധ്യമത്തിന് ലിമിറ്റൊക്കെ കൊടുക്കണം, എല്ലാ മീഡിയയ്ക്കും ഒരു ലിമിറ്റ് കൊടുക്കണം. കടക്ക് പുറത്ത് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. വിദ്യാർത്ഥികളോട് പോലും ഒരു ബോധമില്ല ഇങ്ങേർക്ക്. പൊട്ടനാണോ? ഇപ്പൊ പ്രതിപക്ഷത്തിരിപ്പുണ്ട്, ഇപ്പോഴും പറയുന്നത് പിണങ്ങായി ആയിരുന്നു ശരി, പിണങ്ങായി. എൻ്റെ വാച്ച്. അപ്പോൾ ഈ സംഭവം ഞാൻ പറഞ്ഞതിന് കാര്യം എന്ന് വെച്ചാൽ എന്നെ കുറേ പേര് പിടിച്ച് കമ്മിയാക്കിയിട്ടുണ്ട്. അതേടാ, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. ദാറ്റ് ഡസൻ മീൻ LDF സർക്കാരിനെ അല്ലെങ്കിൽ LDF പാർട്ടിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. ആദ്യം കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കണം. കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കും പാർട്ടി അല്ല വലുത്, ജനങ്ങളാണ് വലുത്, വിദ്യാർത്ഥികളാണ് വലുത്. കഴിഞ്ഞ 5 വർഷമായിട്ട് സഹിച്ചുകൊണ്ടിരിക്കുക പണ്ടാറടങ്ങാനായിട്ട്. എന്നിട്ട് ഇപ്പോൾ വല്ല മാറ്റമുണ്ടോ? ഇല്ല. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരു വൃത്തികെട്ടനും കുതികാലി വെട്ടും. മുഖ്യമന്ത്രി VD സതീശൻ മേനോൻ. ഇത്രയും നാളില്ലാത്ത മേനോൻ പേര് എവിടുന്ന ആ സമയം വന്നത്? പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് VD സതീശൻ മാത്രമായിരുന്ന ആള് സത്യപ്രതിജ്ഞയ്ക്ക് കയറിയ സമയത്ത് VD സതീശൻ മേനോനായി. ഫൈൻ, പേരവിടെ ഉണ്ടായിരിക്കും, പക്ഷെ ഇത്ര നാളില്ലായിരുന്ന PR അവിടെ നിന്ന് വന്നു. ഇപ്പോഴും PR നടക്കുന്നുണ്ട് 2 ഭാഗത്തുനിന്നും. പിണങ്ങായി ആയിരുന്നു ശരി, പൂക്കിയല്ല ആ MVയുടെ സീൻ വന്നപ്പോഴേ എല്ലാത്തിനും അണ്ണാക്കി കിട്ടി. സീറ്റ് കവറിടാം, സ്റ്റിയറിങ്ങിൽ പ്ലാസ്റ്റിക് വയ്ക്കാം, ഒലക്കട മൂഡ്, എൻ്റെ ഷോക്ക്, എൻ്റെ എക്സോസ് എന്ന് പറഞ്ഞ കരഞ്ഞ കുറേ പേരുണ്ടായിരുന്നു. ഏതൊരു കാറിനും ഏതൊരു വെഹിക്കിളിനും അവരുടെ ഹൈ എൻഡിൽ കിട്ടാവുന്ന കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. ക്യാമറ വെക്കാൻ പോലും ക്യാമറയുടെ കിണ്ടി. അമ്മേ, ഇലക്ഷന് പിന്നെ പൂക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. പയ്യന്മാർക്ക് വണ്ടിയിൽ അതൊക്കെ വെക്കാനുള്ളതല്ലേ, അവന്മാർ വെക്കട്ടെ, അവന്മാർ ചില്ലാവട്ടെ. ചില്ലല്ല, കുപ്പിച്ചില്ലായി ഇപ്പോൾ. ഇനി ഞാൻ കുറച്ച് സീരിയസ് കാര്യം പറയാം. നമ്മൾ ഹിപ്പോക്രറ്റ് ആണോടാ? ഞാനും ഈ വീഡിയോ കാണുന്ന നീയും എല്ലാവരും ഹിപ്പോക്രറ്റാണ്. നിങ്ങളൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടൊന്നും എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഞാൻ ഒരു കാലത്തൊരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് നടന്നിരുന്ന ഒരാളാണ്, ആയിരുന്നു. പക്ഷെ പിന്നീട് കുറച്ച് കാര്യങ്ങൾ വായിച്ചു തുടങ്ങി. കമ്മ്യൂണിസം എന്താണെന്ന് മനസ്സിലാക്കി, ലിബറലിസം എന്താണെന്ന് മനസ്സിലാക്കി, ക്യാപിറ്റലിസം എന്താണെന്ന് മനസ്സിലാക്കി, കൺസർവേറ്റീവ്സ് എന്താണെന്ന് മനസ്സിലാക്കി, ഇല്യൂമിനാറ്റി, പിന്നെ റോത്ത് ചൈൽഡ്, റോക്ക് ഫെല്ലർ. സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും, സോ വേണ്ട. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ച് വായിച്ച് മനസ്സിലാക്കി വീഡിയോ കണ്ട് അങ്ങനെയൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. എൻ്റെ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസമാണ്. ദാറ്റ് ഡസൻ മീൻ ഞാൻ ആ ഒരു പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു, ഒരിക്കലുമില്ല. ഞാനിപ്പോഴും പറയുന്നത് കേരളം ഭരിച്ചതിൽ ഏറ്റവും അറഗൻ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത് മാധ്യമങ്ങളിൽ തന്നെ നിങ്ങൾ കാര്യം എടുത്ത് നോക്കിയാൽ മതി. അവസാനം എന്നിട്ടെന്തോ ഈ 6 മാസം ഞാൻ പറഞ്ഞ നേരത്തെ PR-ന് ഒരു 6 മാസം റിപ്പോർട്ടറായിരുന്നു തോന്നുന്നു, എനിക്ക് തോന്നുന്നില്ല, ആണെന്ന് തോന്നുന്നു. ഇലക്ഷൻ അടുക്കാറായ സമയത്ത് ഇങ്ങേര് സാധാരണ രീതിയിൽ വായി തോന്നി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവും. ഇലക്ഷൻ അടുക്കാറായ സമയത്ത് ഇതുപോലെ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഇതുപോലെ എന്തോ ഒരു ഇഷ്ടപ്പെടാതെ ചോദ്യം ചോദിച്ചു കേട്ടപ്പോൾ ഇറങ്ങിപ്പോയപ്പോൾ ആണൊരുത്തനാണെന്ന് തോന്നുന്നു, നട്ടുള്ള ഒരുത്തൻ നാക്ക് വെച്ച് നല്ലത് പറഞ്ഞു. മുഖ്യമന്ത്രി ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഇലക്ഷൻ എടുക്കുന്ന സമയത്ത് അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എന്ത് തിരിഞ്ഞു വന്ന് മര്യാദയ്ക്ക് സംസാരിക്കുക. അത്രയും നാളും വീട്ടിൽ പോയി പറ, ആ ചോദ്യം വേണ്ട, കടക്ക് പുറത്തൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തേ? നാക്കങ്ങ് താന്നോ? സത്യം പറയാം, UDF, LDF, BJP ഏതൊരു പാർട്ടിക്കാരനാണെങ്കിലും അധികാരത്ത് വന്നു കഴിഞ്ഞാൽ ഒരു അഹങ്കാരമുണ്ട്. അത് എല്ലാമാർക്കും ഉണ്ട്. അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും. ഹിപ്പോക്രറ്റ് ആയിക്കോ. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഹിപ്പോക്രറ്റ് ആവും. പല കാര്യങ്ങളും നിങ്ങൾ കണ്ണടച്ച് നിൽക്കും. എന്നിട്ട് ചിലവന്മാർ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ, എൻ്റെ പൊന്നോ. ഇന്ന് തന്നെ ഞാൻ VD സതീശനെ പറ്റി, ഓണറബിൾ ചീഫ് മിനിസ്റ്റർ VD സതീശനെ പറ്റി ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് അതിന് താഴെ മെസ്സിയുടെ DP ഇട്ടിട്ട് വന്നിട്ടൊരു ഫേക്ക് അക്കൗണ്ടാണെന്ന് തോന്നുന്നു. അന്തമായിരുന്നില്ലേ എന്ന്. ഇതുപോലെയുള്ള ഫുട്ബോൾ ഫാൻസിനോട് എനിക്ക് പറയാനുള്ളതാണ്, അൺഫോളോ അടിച്ച് പോയി കഴിഞ്ഞാൽ പൊക്കോണം. ഞാൻ നിന്നെ ഇവിടെ പിടിച്ച് വെച്ചിട്ടില്ല, എന്നെ ഫോളോ ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുമില്ല.
എനിക്ക് പറയാനുള്ള കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി അതിനെ തൊട്ട് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതിന് അന്താവണ്ട, കമ്മിയാവണ്ട, കൊങ്ങിയാവണ്ട, സംഖ്യയാവണ്ട, ഒന്നും ആവണ്ട. ഇന്ത്യൻ ആയാൽ മതി, വേണ്ട മനുഷ്യനായാൽ മതി. എന്തിനേക്കാളും വില കൊടുക്കേണ്ട ഒരു സാധനമുണ്ട്, ഹ്യൂമാനിറ്റി. അതാണ് നീയൊക്കെ മറന്നു പോകുന്നത്. രാഷ്ട്രീയം വേണം, പക്ഷേ എല്ലാത്തിനും ഒരു ശരിയും തെറ്റുമുണ്ട്. അത് മനസ്സിലാക്കത്തെയാണോ അതോ ഈ പറയുന്ന പോലെ ഹിപ്പോക്രിറ്റ് ആവുന്നതാണോ? ഞാനും ഒരു ഹിപ്പോക്രിറ്റ് ആണ്. കാരണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഈ പാർട്ടി കേസ് വരുന്ന സമയത്ത് എനിക്ക് ഒരാളെ ഡിഫെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലടാ. എനിക്ക് ക്വസ്റ്റ്യൻ റേസ് ചെയ്യാം. എനിക്ക് കോൺഗ്രസിനെതിരെ ക്വസ്റ്റ്യൻ റേസ് ചെയ്യാം, എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ ക്വസ്റ്റ്യൻ റേസ് ചെയ്യാം, എനിക്ക് മുസ്ലിം ലീഗിനെതിരെ ക്വസ്റ്റ്യൻ റേസ് ചെയ്യാം. BJPക്കെതിരെ ഞാനത് ചെയ്തിട്ടേ ഉള്ളൂ. PSC ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഇഷ്യൂ, അത് ചേറ്റത്രം തുടങ്ങിയിട്ടേ വർഷം കുറേയായി. പിൻവാതിൽ നിയമനമെന്നും പറഞ്ഞിട്ട് കണ്ട സഖാക്കൾക്കും അമ്മമാരുടെ വീട്ടിൽ ഇരിക്കുന്ന ആൾക്കാരും കുറേ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് പഠിച്ച് കഷ്ടപ്പെട്ട് റാങ്ക് കിട്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ, എനിക്ക് അവിടെ സത്യം പറഞ്ഞ അവരുടെ അവസ്ഥ ആയിരിക്കും എനിക്ക് വിഷമമുണ്ട്. അത് തന്നെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ കുറ്റം വരുന്ന ആർക്കാണെന്നറിയാവോ? UDF ഗവൺമെൻറ്റിന്. ഒരു വർഷം പോലും തികയാത്ത UDF ഗവൺമെൻറ്റിനെതിരെ ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് മണ്ടന്മാർ എന്തലത്താൻ വേണ്ടി വെച്ചുകൊണ്ടിരിക്കുക. ഇത്രയും വർഷം കട്ടിമുടിച്ച് നശിപ്പിച്ച് ഈ നാടിനെ ഒരു വൃത്തിയുടെ കടത്തിൻ്റെ വലിയൊരു ഗണിയിലേക്ക് കൊണ്ടിട്ടതിന് ശേഷം ഒരു വർഷം പോലും ആത്തൊരു ഗവൺമെൻറ്റിനെ പറ്റി. കറണ്ട് പോകുന്നുണ്ട്, കട്ടാവുന്നതിന് കാര്യം എന്തോ ഇവർ ഈ പറയുന്ന പോലെ വന്നിട്ട് അവസാനം ഇവരെന്തോ 1-2 മാസം കൊണ്ട് ഇത്രയും ഭയങ്കര കടം ഉണ്ടാക്കി വെച്ചോ? അല്ലല്ലോ, മനസ്സിലാക്കുന്നു. ചെയ്യത്തില്ല, വില കൂടുന്നു. ഇത് ഇവരാണോ ഈ പറയുന്ന കാശെല്ലാം എടുത്തിട്ട് വില കൂട്ടി വയ്ക്കുന്നത്? അല്ല, ഒരു പാറയിൽ അടിച്ചാൽ, ഞാനിപ്പോൾ ഒരു പാറയിൽ ചുറ്റി വെച്ച് അടിച്ചു, 1-ാമത്തെ അടിയിൽ പൊട്ടിയില്ല, 2-ാമത്തെ അടിയിൽ പൊട്ടിയില്ല, 3-ൽ പൊട്ടിയില്ല, 100-ാമത്തെ അടിയിൽ പൊട്ടി. ദാറ്റ് ഡസൻറ്റ് മീൻ ആ ഒരൊറ്റ അടിയിലാണ് പൊട്ടിയതെന്ന്. ഒരിക്കലും അല്ല. 1 മുതൽ 100 വരെ അടിച്ച ആ ഒരൊറ്റ എഫക്റ്റിലാണ് 100-ാമത്തെ അടിയിൽ പൊട്ടാൻ കാര്യം. അത് മനസ്സിലാക്കാൻ നിനക്കൊക്കെ തലച്ചോറ് പോലും വേണ്ടടാ, കുറച്ച് വിവരം മതി. ഫ്രസ്ട്രേറ്റഡ് ആവുന്നതിന് കാരണമുണ്ട്. കാര്യം ഇത്രയും നാൾ മിണ്ടാതിരുന്ന ഒരു നാടിൻ്റെ നാശം ഒരു നാടിനെ നീയൊക്കെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുക. കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും കറപ്ഷൻ. അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ മാർക്കും ഉള്ളത് അവിടുന്ന് കാശ് മുക്കുക, ഇവിടുന്ന് കാശ് മുക്കുക, സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക, എന്നിട്ട് തിരിച്ചുകൊണ്ട് വന്ന് നിൽക്കും അടുത്ത വട്ടം എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണേ. സീരിയസ്ലി ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് വരെ 2 പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ടുള്ളൂ. എനിക്ക് 2024 തദ്ദേശ വോട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിക്കന്ന് എന്തോ ലിസ്റ്റിൽ പേരില്ലായിരുന്നു. 25-ൽ 24 തന്നെ MP ഇലക്ഷൻ വന്ന സമയത്ത് അന്ന് എൻ്റെ വോട്ട് ആർക്കാ പോയെന്നറിയാവോ? ശശി തരൂർ. 24 ശശി തരൂർ. 26-ൽ നിയമസഭാ ഇലക്ഷൻ വന്ന സമയത്ത് എൻ്റെ വോട്ട് ആർക്കാ പോയെന്നറിയാവോ? കടകംപള്ളി സുരേന്ദ്രന്. അതായത് ഞാൻ UDFനും വോട്ട് ചെയ്തിട്ടുണ്ട്, LDFനും വോട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ കാരണം, വർഗീയത എന്ന് പറയുന്ന ഒരു സാധനം കേരളത്തിൽ പച്ച പിടിക്കാൻ പാടില്ല എന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് മാത്രം. കേരളത്തിനെ മറ്റൊരു UP ആക്കാനും ബീഹാർ ആക്കാനും ഒക്കെ സത്യം പറഞ്ഞാലേ അടുത്ത 10 വർഷം കൊണ്ട് ഇവന്മാരാക്കും ഇങ്ങനെ പോവുകയാണെങ്കിൽ. അതിന് BJPനെ ഭരണത്തിൽ വരണമെന്നൊന്നുമില്ല. മനസ്സിലാകേണ്ടവർ മനസ്സിലാക്കും. പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും കുറേ അതിന് കുരു മുട്ടിക്കൊണ്ട് വരും. ഈ കൊന്നതിന് ശേഷം ഈ ബാക്കി ചടങ്ങൊക്കെ നടത്താൻ പോകുന്നതൊക്കെ കൊല്ലാൻ പാടില്ല എന്നൊക്കെ പറയുന്നതിന് മുന്നേ കൊല്ലാൻ പോകുന്നതിന് ആദ്യം പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ കൊലപാതകം നടക്കത്തില്ലല്ലോ. അത് മനസ്സിലാക്കുക. എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം എല്ലാവരും വരും, അത് പാടില്ലായിരുന്നു, നമ്മളത് മുന്നേ ചെയ്യണമായിരുന്നു, മുന്നേ ഒലക്ക. എൻ്റെ ഓൾട്ടർ ഈഗോയായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് റോ ആയിട്ട് എന്നെ കയറും. സോ എൻ്റെ രാഷ്ട്രീയത്തെ പറ്റി ചോദിക്കാൻ നിൽക്കുന്ന പല കൊങ്ങി സംഘി സുഡാപ്പികളോട് പറയാനുള്ളതാണ്, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. ദാറ്റ് ഡസൻറ്റ് മീൻ ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുന്ന ആളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ചില സമയത്ത് ഞാൻ വ്യക്തികളെ നോക്കി വോട്ട് ചെയ്യും. അങ്ങനത്തെ കുറച്ച് പേരുടെ പേര് ഞാൻ പറഞ്ഞുതരും. ഷാഫി പറമ്പിൽ. എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ അങ്ങനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. ഷാഫി പറമ്പിൽ. പിന്നെ നമ്മുടെ പേരൂർക്കടയിലെ MLA ഉണ്ടായിരുന്നു VK പ്രശാന്ത്, പുള്ളി. പിന്നെ BJPയിൽ ആരും പറയണമെന്നൊക്കെ ഉണ്ട്, പക്ഷേ പാർട്ടി കയറിയ സ്വന്തം വില കൊണ്ട് കളയുന്നൊരു തമ്പുരാനത്. തമ്പുരാൻ, നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം, ഞാൻ തൃശ്ശൂർ അങ്ങ് എടുക്കുക, എടുത്തിട്ട് ഇപ്പോൾ തൃശ്ശൂർ മൊത്തം ജിങ്കലള ഹോയ് ഹോയ്.
അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. സോ ഇത് കുറച്ചധികം ലെങ്ത് വരും, ഇത് പലതിൻ്റെയും കുരു പൊട്ടിക്കും. ചിലപ്പോൾ ഈ വീഡിയോ യൂട്യൂബിൽ നിന്ന് മൊത്തത്തിൽ എടുത്ത് കളയും, കാരണം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് അത്രയ്ക്കും വൃത്തികേടാക്കി വെച്ചേക്കാം, അത്രയ്ക്കും വൃത്തികേട്. ഇത് ഇപ്പോൾ റെക്കോർഡിംഗ് ആണെന്ന് പോലും എനിക്കറിയത്തില്ല, അത് മൊത്തം കിട്ടിയെന്ന് പോലും എനിക്കറിയത്തില്ല, ആ രീതിയിൽ ഞാൻ നിൽക്കുക. സോ ഹിപ്പോക്രിറ്റ് ആയിക്കോ, ഇന്നലെ ഡിഫെൻഡ് ചെയ്തോ, പക്ഷേ ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞിട്ട് ചെയ്യരുതറ. സ്വന്തം വില നിങ്ങളായിട്ട് തന്നെ കളയുക. സ്വന്തം പാർട്ടിയിൽ ഒരാളാണെങ്കിലും സ്വന്തം കമ്മ്യൂണിറ്റിയിൽ ഒരാളാണെങ്കിലും തെറ്റ് ചെയ്താൽ തെറ്റാണെന്ന് പറയാനും ചൂണ്ടിക്കാണിക്കാനും നിങ്ങളെക്കൊണ്ട് സാധിക്കണം. ഇല്ലെങ്കിൽ അവിടെ കഴിഞ്ഞു ഡെമോക്രസി. ലെറ്റ്സ് സീ വാട്ട് വിൽ ഹാപ്പൻ.